പ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ HST മലയാളം വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഡിയോയും സ്ക്രീനും ക്ലിയർ ആണ്, നിങ്ങൾക്ക് വിസിബിൾ ആണ്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്ന HST മലയാളം പരീക്ഷ അടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലെ. ഹൈസ്കൂൾ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയൊരു സുവർണ അവസരമാണ് HST മലയാളം പരീക്ഷ എന്നുള്ളത്. ഓൾറെഡി പഴയ HSCയുടെ ലിസ്റ്റ് നിലവിലുണ്ട്. ഒരു HSST പരീക്ഷ കഴിഞ്ഞ മാസം കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാർട്ട് ടൈം HSAയും കഴിഞ്ഞ വർഷം 2024 ജൂലൈ ഓഗസ്റ്റിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള അതേ സമയത്ത് തന്നെയാണ് പുതിയൊരു പരീക്ഷ വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ അത്രയും സീരിയസ് ആക്കി എടുക്കണം. നമുക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ചാൻസ് തന്നെയാണിത്. പഠനം എവിടം വരെയായി? പഠിച്ചു തുടങ്ങിയോ? പഠിച്ചത് റിവിഷനിലേക്ക് എത്തിയോ? അതോ ആകെ മൊത്തം ഒരു ജഗപൊഗമയമാണോ? കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള ടെൻഷൻ, എവിടെയും എത്താത്ത ടെൻഷൻ, പഠിച്ചത് മറന്നുപോയി, ഓർമ്മയില്ല എന്നുള്ള ടെൻഷൻ, എന്തൊക്കെയാണ് നിലവിലെ അവസ്ഥകള്? പഠനവും റിവിഷനും ഒക്കെ എവിടം വരെയായി? നിങ്ങളുടെ അവസ്ഥകളൊക്കെ എന്താണ്? ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലളിതം മലയാളം ടീം ഒരു ഫ്രീ വെബിനാറുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പൊ എന്താണ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥ? പഠനം എല്ലാവരും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? റിവിഷനിലേക്ക് എത്തിയോ? എല്ലാവരും ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ള പോയിന്റ് അതാണ്. എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സിലബസ് അനുസരിച്ചിട്ട് പഠിക്കും. പഠനം മാത്രമേ നടക്കുള്ളൂ. പക്ഷെ റിവിഷൻ പലർക്കും നടക്കില്ല. പഠനത്തോടൊപ്പം ചിട്ടയായിട്ടുള്ള റിവിഷൻ കൂടിയുണ്ട്. മുൻകാല ചോദ്യപേപ്പറുകൾ റെഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ഈ ഒരു പരീക്ഷ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. HST മലയാളം പരീക്ഷ 601/2024 കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ മാസം 11-ാം തീയതി വരെ കൺഫർമേഷൻ, എക്സാമിന് വേണ്ടി കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പരീക്ഷ അപ്ലൈയും ചെയ്തു, പഠിക്കുകയും ചെയ്തു, കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ആരും മറക്കരുത്. ചിലർക്കെങ്കിലും വരുന്ന ഒരു അബദ്ധമാണ്, ഈ ഡേറ്റ് മറന്നു പോകും, കൊടുക്കാം എന്ന് വിചാരിക്കും, പിന്നെ കൊടുക്കാതെ പോകും. അപ്പോൾ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ മാസം 11-ാം തീയതിക്ക് മുമ്പ് തന്നെ, വെച്ച് നീട്ടൊന്നും വേണ്ട, എല്ലാവരും കൃത്യമായിട്ട് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആ ഡേറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. സേവ് ദ ഡേറ്റ് എന്ന് പറയുന്നത് പോലെ നോട്ട് ദി ഡേറ്റ്. ഈ മാസം 11-ാം തീയതി വരെയാണ് നമുക്ക് HST മലയാളം പരീക്ഷയ്ക്ക് 601/2024 HST മലയാളം പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പലരും പറയുന്നുണ്ട് കൃത്യമായി പഠനം എവിടെയും എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് നമ്മുടെ എക്സാം ഡേറ്റ്. ആശങ്കയില്ലാതെ, കൺഫ്യൂഷൻ ഇല്ലാതെ, ടെൻഷൻ ഇല്ലാതെ പഠിച്ചാൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള വിജയം നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ഒരു കലത്തിന്റെ ഉള്ളിൽ ഒരു ഓട്ടിട്ടിട്ട് അതിൽ എത്ര വെള്ളം കോരി ഒഴിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ടെൻഷനോട് കൂടിയിട്ടുള്ള മനസ്സുമായിട്ട് നിങ്ങൾ പഠിക്കാനിരുന്നാൽ. അപ്പോൾ ആശങ്കയില്ലാതെ പഠിക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ള കാര്യം എന്താണ് 100% ഉറപ്പാണ്. അപ്പൊ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് നമ്മുടെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. കൺഫർമേഷൻ കൊടുക്കാൻ ഈ മാസം 11-ാം തീയതി വരെ സമയവും ഉണ്ട്. അപ്പോ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കുക. കൺഫർമേഷന്റെ ഡേറ്റ് വന്ന സമയത്ത് തന്നെ നമുക്കറിയാം HST മലയാളം പരീക്ഷ ഡിസ്ട്രിക്ട് ബേസ് ആണ് എന്നുള്ളത് അറിയാം. കൃത്യമായിട്ട് എല്ലാവരും ഡിസ്ട്രിക്ട് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോ ഓരോ ജില്ലയിലും കൃത്യമായിട്ട് എത്ര അപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. എന്തിനാണ് ഈ ധാരണ? നമ്മൾ എത്ര പേരുമായിട്ടാണ് മത്സരിക്കാനായിട്ട് പോകുന്നത്? നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ജില്ലയിലെ കോമ്പറ്റേറ്റീവ്സിന്റെ എണ്ണം കൂടുതലാണോ? നമ്മളറിയണം മത്സരാർത്ഥി ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണോ? അതിനനുസരിച്ചിട്ട് നമ്മുടെ എക്സാമിന്റെ മോഡ് ഒരു ഉഴപ്പം മട്ടിലാണ് ഇരിക്കുന്ന വെച്ചാൽ വാശിയോടുകൂടി പഠിക്കേണ്ടത് സമയം എന്താണ് അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ തിരുവനന്തപുരത്ത് 942 പേരാണ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. കൊല്ലത്ത് 355, പത്തനംതിട്ടയിൽ 113, ആലപ്പുഴയിൽ 250, കോട്ടയത്ത് 174, ഇടുക്കിയിൽ 199, എറണാകുളത്ത് 515 പേരും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ 407, പാലക്കാട് 541, മലപ്പുറത്ത് 947. എത്ര പേരാണ് മലപ്പുറത്ത് അപേക്ഷിച്ചേക്കണെന്ന് നോക്കിയേ. 947 പേരോളം മലപ്പുറത്ത് പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജിത്തു പറയുന്നുണ്ട്, ജിത്തു മലപ്പുറത്താണോ കൊടുത്തിരിക്കുന്നത്? ആണോ? നിങ്ങളൊക്കെ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? കോഴിക്കോട് 456, 454, വയനാട് നോക്കൂ 86 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കണ്ണൂർ 596 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് 446. അപ്പൊ ഇത് കോഴിക്കോടാണ്. രേഷ്മ എറണാകുളത്താണ്.
നിങ്ങൾക്ക് അറിയാം ഏകദേശം എവിടെയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അറിയാം. അവിടെ നിങ്ങൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചിന്തിച്ചിട്ടാവും കൊടുത്തിട്ടുണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യത്തെ HSL എത്ര നിയമനങ്ങൾ നടന്നു, ഇനി എത്ര നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാവും എല്ലാവരും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഏറ്റവും കുറവ് അപ്ലിക്കേഷൻ ഉള്ളത് എവിടെയാണ്? ഒന്ന് വയനാട്ടിലാണ്. വയനാട്ടിലെ 86 പേരാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറവുള്ള മറ്റൊരു ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ്. 947 പേരാണ് മലപ്പുറത്ത്. തൊട്ടു പിന്നാലെ തിരുവനന്തപുരവും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കൂടെ എത്ര പേരാണ് മത്സരിക്കാൻ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് എന്താണ് നമ്മള് നോട്ട് ചെയ്ത് വെച്ചേ പറ്റൂ. അതെന്തിനാണ് നോട്ട് ചെയ്തിരിക്കുന്നത്? അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല ടീച്ചറെ എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, എത്ര പേരാണ് എന്റെ കൂടെ മത്സരിക്കാനുള്ളത്. അവരും ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാവും പഠിക്കാണ്ടാവുക. അതിനേക്കാൾ കൂടുതൽ ഞാൻ പരിശ്രമിച്ചാൽ മാത്രമാണ് എനിക്ക് റാങ്ക് ലിസ്റ്റിലെ നല്ല ടോപ്പ് ലിസ്റ്റിൽ എനിക്ക് വരാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്കറിയാം ഇതൊരു നോൺ ബേസ്ഡ് എക്സാം ആണ് HSC പരീക്ഷ എന്നുള്ളത് അറിയാം. കൃത്യമായിട്ടുള്ള കട്ട് ഓഫ് ഉണ്ടാകും. ഓരോ ജില്ലയുടെയും പ്രീവിയസ് ഇയർ കട്ട് ഓഫ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. എന്റെ ടേബിളിന്റെ മുമ്പില് കഴിഞ്ഞ HSA മലയാളത്തില് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ജില്ലയുടെ കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത് ഞാൻ കൃത്യം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം HSAക്ക് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നത് 53.67 ആണ്. അത് ഏത് ജില്ലയിലാണ് എന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു എയിം നമ്മൾ വെച്ച് പഠിച്ചേ പറ്റൂ. ഇപ്രാവശ്യം കട്ട് ഓഫ് കൂടുകയോ കുറയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ അത് എയിം ചെയ്ത് വെച്ചേ പറ്റൂ. അപ്പൊ നമുക്ക് 2 പേപ്പേഴ്സ് ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ട് എങ്കിൽ അവരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. നമുക്ക് 2 പേപ്പേഴ്സ് ഉണ്ട്. പാർട്ട് A ഉണ്ട്, B ഉണ്ട്. അതായത് ജനറൽ പേപ്പർ ഉണ്ട്, നമ്മുടെ സബ്ജക്ട് പേപ്പർ ഉണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ജനറൽ പേപ്പറിലെ ചോദ്യങ്ങള് 20 ചോദ്യങ്ങളാണുള്ളത്. 20 ചോദ്യങ്ങളാണ് ജനറൽ പേപ്പറിലെ ചോദ്യങ്ങൾ ഉള്ളത്. ഈ 20 ചോദ്യങ്ങളും എന്തിലാണ് വരിക? മലയാളത്തിലാണ് ചോദ്യങ്ങൾ വരിക. കഴിഞ്ഞ HSST പരീക്ഷയ്ക്ക് അടക്കം എന്താണ് മലയാളത്തിലാണ് ജനറൽ പാർട്ടിൽ നിന്ന് ചോദ്യങ്ങൾ വന്നത്. അപ്പൊ സൈക്കോളജി പോർഷൻസ് ഒക്കെ പഠിച്ചു വെക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പഠിക്കുന്നതിന് പകരം നിരന്തര സംരചന മൂല്യനിർണ്ണയം എന്ന് പഠിച്ചേ പറ്റൂ. കാരണം ചോദ്യം വരെ എങ്ങനെയാണ്? മലയാളത്തിലാണ്. അപ്പൊ ജനറൽ പേപ്പറിൽ നിന്ന് 20 ചോദ്യവും സബ്ജക്ട് പേപ്പറിൽ നിന്ന് 80 ചോദ്യവും ടോട്ടൽ 100 ചോദ്യത്തിലാണ് പരീക്ഷ നടക്കുന്നത്. ഓക്കെ, 100 മാർക്കാണ് മൊത്തത്തില് ഉള്ളത്. അതിലെ 1/3 നമുക്ക് എന്തുണ്ട്? നെഗറ്റീവും ഉണ്ട്. 1/3 നമുക്ക് നെഗറ്റീവും ഉണ്ട്. ഇനി നമുക്കറിയാം ഇത് എന്താണ്? ബബിൾ എക്സാം ആണ് എന്നുള്ളത്, OMR ബേസ്ഡ് എക്സാം ആണ് എന്നുള്ളത് നമുക്ക് അറിയാം. എത്ര സമയമാണ് പരീക്ഷയ്ക്കുള്ളത്? 100 ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് എത്ര സമയമുണ്ട് മക്കളെ? ഒന്ന് പറഞ്ഞേ നിങ്ങള്. എത്ര സമയമാണ് പരീക്ഷയ്ക്കായിട്ടുള്ളത്? 1.5 മണിക്കൂറാണുള്ളത്. അതറിയാത്തവരുണ്ടെങ്കിൽ അതുകൂടി മനസ്സിലാക്കുക. നമ്മൾ സെറ്റും നെറ്റും എഴുതുന്ന പോലെയല്ല. ഈ പരീക്ഷയ്ക്ക് എത്ര മണിക്കൂറാണുള്ളത്? 1.5 മണിക്കൂർ. 1.5 മണിക്കൂറാണെന്നാണ് എന്റെ 100 ചോദ്യവും 1.5 മണിക്കൂർ. 1 മണിക്കൂർ 35 മിനിറ്റ് അല്ലേ? അത് 1 മണിക്കൂർ 15 മിനിറ്റ് ആണോ? 1.5 മണിക്കൂറാണ്. കഴിഞ്ഞ പാർട്ട് ടൈം HSA പരീക്ഷ 1.5 മണിക്കൂറായിരുന്നു സമയം ഉണ്ടായിരുന്നത്. 1 മണിക്കൂറും 30 മിനിറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ പിന്നെ നെഗറ്റീവ് ഉണ്ട്. തലയിൽ എഴുതി വെച്ചോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയതാണ്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. നമ്മള് ശരിയാവും 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 എന്ന് പറഞ്ഞിട്ട് കുത്തുന്നത് എന്തായിരിക്കും? തെറ്റാവും ഇല്ലേ? നെഗറ്റീവിന് മാർക്ക് പോയിട്ടുള്ള ഹതഭാഗ്യരും ഹതഭാഗ്യന്മാരും ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. നല്ല സ്കോർ വന്നു, കട്ട് ഓഫിലേക്ക് കടക്കാനുള്ള 1 മണിക്കൂറും 15 മിനിറ്റും ആണ്. ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, 1 മണിക്കൂറും 15 മിനിറ്റും ആണ് പരീക്ഷ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷകൾ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് എഴുതിയ പരീക്ഷകളിലൊക്കെ എന്താണ്? സെറ്റിനാണെങ്കിലും നെറ്റിനാണെങ്കിലും നെഗറ്റീവ് ഇല്ല. പക്ഷെ PSC എക്സാം ആണ്, നെഗറ്റീവ് ഉണ്ട്. കൃത്യമായിട്ട് അറിയുന്ന ചോദ്യങ്ങൾ മാത്രം ബബിൾ ചെയ്താൽ മതി. ഇത് ശരിയാവും ശരിയാവും എന്ന് വിചാരിച്ച് നമ്മൾ ഒരു 5 ചോദ്യങ്ങൾ ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നെഗറ്റീവ് വരും. കഴിഞ്ഞ പ്രാവശ്യം എനിക്കുണ്ടായ അനുഭവം തന്നെയാണ്. HSC പണി കിട്ടിയതാ, സത്യമാണ്. എനിക്കും പണി കിട്ടിയതാ. 9 ചോദ്യങ്ങളാണ് എനിക്ക് നെഗറ്റീവ് വന്നത്. സത്യമായിട്ട് എനിക്കും പണി കിട്ടിയതാണ് അതില്. പിന്നെ അവർ കുറെ ചോദ്യങ്ങൾ എന്ത് ചെയ്യും? ഡിലീറ്റ് ചെയ്യും. അപ്പൊ ഏകദേശം നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അപ്പൊ അത്തരത്തിലുള്ള ടെൻഷനിലേക്കോ കാര്യങ്ങളിലേക്കോ ആരും പോകണ്ട. നമുക്കറിയാവുന്നത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താണ്? കൃത്യമായിട്ട് നമുക്കറിയാവുന്നത് മാത്രം മാർക്ക് ചെയ്തിട്ട് അവസാനിപ്പിക്കുക.
ഇതാണോ, ആവില്ലേ, ആയിരിക്കോ, ഇനി ഞാന് ബബിൾ ചെയ്തിട്ട് ഇനി അത് തെറ്റിയ ശരിയാണെങ്കിലോ, അത്തരത്തിലുള്ള ചിന്തകളൊന്നും വേണ്ട. നമുക്ക് 100% ഉറപ്പുണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെയാണ് അത് മാർക്ക് ചെയ്യുക. ഇനി പലർക്കും പരീക്ഷാ ഹാളിൽ വരുമ്പോൾ ഉള്ള ഒരു ഡൗട്ടാണ്, എയും ഡിയും അല്ല ബിയും സിയും ആണ്. ഈ ഡൗട്ടിൽ പരീക്ഷ എഴുതുമ്പോൾ എത്ര ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ? 4 ഓപ്ഷനിൽ 2 ഓപ്ഷൻ അല്ല എന്ന് ഉറപ്പിക്കാനും 2 ഓപ്ഷനിൽ ഏതോ ഒന്നാണ് എന്ന് ഉറപ്പിക്കാനും നമുക്ക് പറ്റും. ഓക്കെ, കുറവാണ്. പ്രോപ്പർ ആയിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം എന്നീ കാര്യങ്ങളാണ് ഇനി ഞാൻ ഈ ഒരു സെഷനിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ ടൈമിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ചെറിയ ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ പാർട്ട് ടൈം HSA അതേ ടൈമിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, എന്തായാലും HSA പരീക്ഷ, HSC എക്സാം നോൺ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കട്ട് ഓഫ് കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. നെഗറ്റീവ് ഉണ്ടായിരിക്കും. ചോദ്യങ്ങൾ 100 ചോദ്യങ്ങളും വരുന്നത് മലയാളത്തിലായിരിക്കും. ജനറൽ പേപ്പറിൽ നിന്ന് 20 ചോദ്യവും സബ്ജക്ട് പേപ്പറിൽ നിന്ന് 80 ചോദ്യവും, മൊത്തം 100 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സിലബസിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ സിലബസിൽ പാർട്ട് എ പാർട്ട് ബി എന്നുണ്ട്. പാർട്ട് എ എന്താണ്? നമ്മുടെ ജനറൽ പേപ്പർ ആണ്. ചോദ്യം വരിക മീഡിയം ഓഫ് ലാംഗ്വേജ്. നമ്മുടെ ചോദ്യം എങ്ങനെയാണ് വരിക? മലയാളത്തിലായിരിക്കും ചോദ്യം വരിക. നോട്ട് ചെയ്ത് വെക്കുക. 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 20 മാർക്കിന്റെ 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഇതിലെ 3ാമത്തെ യൂണിറ്റ് ഒഴികെ ബാക്കിയുള്ള 2 യൂണിറ്റുകളും കാടടച്ച് വെടിവെക്കുക എന്നുള്ള ശൈലിക്ക് ഉദാഹരണമാണ്. എന്ന് വെച്ചാൽ എന്താ, സ്പെസിഫിക് ആയിട്ട് ഇന്നത് പഠിക്കാനുണ്ട് എന്നൊന്നും ഇവര് നമ്മളോട് പറഞ്ഞിട്ടില്ല. റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ഇന്ത്യയിലെയാണോ കേരളത്തിലേതാണോ എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ നോക്കൂ, ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, യുദ്ധങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും പഠിക്കണം. അതുപോലെ തന്നെയാണ് ഫ്രീഡം മൂവ്മെന്റ് നവോത്ഥാനത്തിലേക്ക് വരുന്ന സമയത്ത്, റിനൈസൻസിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികൾ, നവോത്ഥാന നായകന്മാർ, നായികമാർ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സംഘടനകൾ, പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, സംഘടനകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം, അതിന് നേതൃത്വം നൽകിയ വ്യക്തി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേ കാര്യങ്ങൾ തന്നെ എവിടെയും കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടും പഠിക്കാനുണ്ട്. അപ്പൊ കേരള നവോത്ഥാനം പഠിക്കുന്ന സമയത്ത് നമ്മുടെ സിലബസിലെ കേരള ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട്. അവിടെയും കേരള നവോത്ഥാനവും നവോത്ഥാന നായകന്മാരും പ്രധാനപ്പെട്ട സംഘടനകളും പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. നമുക്ക് എന്താണ്, റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന് മാത്രമേ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളൂ എങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ഊഹിക്കാനായിട്ട് പറ്റും. ഈ ജനറൽ നോളജോ നമുക്ക് അത്ര പെട്ടെന്ന് ഊഹിച്ചെടുക്കാനായിട്ട് പറ്റില്ല. എന്തും ചോദിക്കാൻ എന്നുള്ള ഒരു കണ്ടീഷനിൽ നിന്നാണ് ജനറൽ നോളജിലെ ചോദ്യം സാധാരണയായിട്ട് വരാറുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തും നമുക്ക് ചോദിക്കാം. പിന്നെ എന്താണ്, ജനറൽ നോളജിൽ നിന്ന് എല്ലാ പ്രാവശ്യവും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് എല്ലാ പ്രാവശ്യവും എന്താണ്, ഒരു ചോദ്യം ഉറപ്പാണ്. കഴിഞ്ഞ പാർട്ട് ടൈം HSAക്കും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് കെയർ എഡ്യൂക്കേഷൻ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്, അതിന്റെ കാരണം എന്താണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യം കഴിഞ്ഞ പാർട്ട് ടൈം HSAക്ക് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ജനറൽ നോളജിൽ നിന്ന് പാർട്ട് ടൈം HSAക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, ഈ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക. മോഡം, വയർലെസ് ഫിറ്റ് നോട്ട്, അതുപോലെ തന്നെ അനലോഗ് സിഗ്നൽസ്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് IT മേഖലയുമായി ബന്ധപ്പെട്ട ICTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലെ ജനറൽ നോളജ് എന്നുള്ള രീതിയിൽ നിന്ന് എന്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് വെച്ചാൽ ICT ഒന്ന് നോക്കി വെക്കുക. അതിൽ നിന്ന് ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയും നിർബന്ധമായിട്ട് നോക്കി വെക്കുക. പിന്നെ PSC ഓറിയന്റഡ് ആയിട്ടുള്ള എന്തും നമ്മളോട് ചോദിക്കാം. അപ്പൊ കഴിഞ്ഞ പാർട്ട് ടൈം HSAക്ക് ഇത് ചോദിച്ചത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കുറച്ചധികം ഫോക്കസ് നൽകാനായിട്ട് ശ്രമിക്കുക. ദെൻ അടുത്തത് കറണ്ട് അഫയേഴ്സ് ആണ്.
സ്വാഭാവികമായിട്ട് നമുക്കറിയാം 2021 ജൂണിലാണ് ലാസ്റ്റ് HSC എക്സാം നടന്നത്. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ 2024-25 നടന്നുള്ള പ്രധാന സംഭവങ്ങളാണ് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം? കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം? പറഞ്ഞേ മക്കളെ. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? എന്തൊക്കെ കാര്യങ്ങൾ? അവാർഡ്, വിധു ടീച്ചർ ഇവിടെ അവാർഡ് എന്ന് പറയുന്നുണ്ട്. അവാർഡുകൾ പഠിക്കണം, അവാർഡുകൾ പഠിക്കണം, സ്പോർട്സ് പഠിക്കണം. അവാർഡ് പഠിക്കണം, സ്പോർട്സ് പഠിക്കണം. ടീച്ചർ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്കും കൂടി പറയാം മക്കളെ എന്തൊക്കെ പഠിക്കാനുണ്ട്. ബാക്കി അവാർഡ് സ്പോർട്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഞാൻ പറയട്ടെ, നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടുന്ന ഒരു കാര്യമാണ് ചാന്ദ്രയാൻ മിഷൻ. നമുക്ക് ചോദ്യം തരാം. കഴിഞ്ഞ HSC പരീക്ഷ കഴിഞ്ഞിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ചാന്ദ്രയാൻ എന്നുള്ളത്. ചാന്ദ്രയാൻ നമുക്ക് ചോദ്യം വരാം. ആദിത്യ L1 എന്താണ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം വരാം. ISROയുടെയും മറ്റ് ബഹിരാകാശ സ്പേസ് ഏജൻസിയുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം വരാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ചോദ്യം വരാം. AI-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദ്യം വരാം. ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ടീച്ചർ ആര്? AI അസിസ്റ്റഡ് ടീച്ചർ ഏത് സ്കൂളിലാണ് വന്നത്? എവിടെയാണ് വന്നത്? അപ്പൊ കേരളത്തിലാണ് വന്നത്, തിരുവനന്തപുരത്താണ് വന്നത്. ആ ടീച്ചറുടെ പേരെന്താണ്? ഐറിസ് എന്നാണ് പേര്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ജനറൽ നോളജ് എന്ന നിലയിലും കറണ്ട് അഫയേഴ്സ് എന്നുള്ള നിലയിലും വരാം. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ എന്ത് പഠിക്കണം? ബഹിരാകാശവും അതുപോലെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ മറ്റൊന്ന് എന്താണ്? അവാർഡാണ്. അവാർഡ് പറയുന്ന സമയത്ത് എന്തൊക്കെ അവാർഡുകളെ കുറിച്ച് നോക്കണം? ആദ്യം സിനിമ എടുക്കാം. ദേശീയ ചലച്ചിത്ര പുരസ്കാരം നോക്കണം, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നോക്കണം. അതിൽ എല്ലാ അവാർഡുകളും കാണാപ്പാഠം പഠിച്ചു വെക്കണം. വേണമെന്നില്ല, കുട്ടികളുടെ ചലച്ചിത്രം നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഏറ്റവും മികച്ച സിനിമ, സംവിധായകൻ എന്നിവ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അപ്പൊ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇത് മാത്രമാണ് നോക്കാനുള്ളത്? അല്ല, മറ്റേ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേ അവാർഡ് ഏതായിരുന്നു? നോബൽ പ്രൈസ് അല്ലല്ലോ, ഓസ്കാർ അവാർഡ്. എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ഓസ്കാർ അവാർഡ് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെയാണ് സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, എഴുത്തച്ഛൻ അവാർഡ് മുതൽ ഇങ്ങോട്ടുള്ള വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് മുതൽ ഇങ്ങോട്ടുള്ള സകലതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 വിവർത്തനത്തിനുള്ള അവാർഡ് കിട്ടിയത് ആർക്ക്? അത് KU കുമരനാണ്. യാനം എന്നുള്ള നോവൽ വിവർത്തനത്തിലാണ് നമുക്ക് കിട്ടിയത്. ഇത്തരത്തിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അവിടെ വിട്ടുപോയിട്ടുള്ള ഒരു പോയിന്റ് വിനയ ടീച്ചർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അത്തരത്തിലെ സിനിമയും സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇതര അവാർഡുകളും നോക്കണം. പത്മഭൂഷൺ, പത്മ അവാർഡ്സ് നോക്കണം. അതിൽ നിന്നും ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട്. ഇനിയാണ് സ്പോർട്സ്. ഒരു ഒളിമ്പിക്സ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു പാരലിമ്പിക്സ് ഇതിന്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എവിടെ നടന്നു? ഇന്ത്യക്ക് എന്തൊക്കെ ഫോക്കസ് ചെയ്തിട്ട് മെഡൽ കിട്ടി, എത്ര എണ്ണം കിട്ടി, ആർക്ക് കിട്ടി, ഏത് ഇനത്തിൽ കിട്ടി? ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒളിമ്പിക്സിന്റെ ചിഹ്നം എവിടെയാണ് നടന്നത്, എന്ന് മുതൽ എന്ന് വരെ നടന്നു, ആ രീതിയിലും നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. പിന്നെ മൊഡ്യൂൾ 3 നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്, അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതിയായിരിക്കും. ഓക്കെ. പ്രധാനപ്പെട്ട തിയറീസ് എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ചില പദങ്ങള് കുട്ടികൾക്ക് കിട്ടാറില്ല. ടീച്ചറെ എനിക്ക് ആ പദത്തിന്റെ അർത്ഥം മനസ്സിലായില്ല, അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ ഇതാണ് മോളെ അതിന്റെ അർത്ഥം. അയ്യോ ടീച്ചറെ ഞങ്ങൾക്ക് അത് മലയാളത്തിൽ കൊടുത്തപ്പോ കിട്ടിയില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയിൽ ജ്ഞാനഗോചരത എന്താണ് എന്നുള്ള ഒരു രീതിയിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഈ വാക്ക് കേൾക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല ഇത് എന്താണ് ഈ സംഭവം എന്നുള്ളത്. അപ്പൊ പഠിക്കുന്ന സമയത്ത് എല്ലാത്തിന്റെയും മലയാളത്തിലുള്ള പദം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു 20 മാർക്കിന് ചോദ്യം വരാന്ന് പറഞ്ഞു. ചോദ്യങ്ങളും പറഞ്ഞു തന്നു. ഇപ്പോഴത്തെ പരീക്ഷയുടെ ചോദ്യം പാറ്റേൺ അറിയാലോ. എങ്ങനത്തെ ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് PSC എക്സാമുകളിൽ കാണുന്നത്? ഒന്ന് പറഞ്ഞേ നിങ്ങള്. ഏത് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? അപ്പൊ ചോദ്യത്തിലെ ഒറ്റ കാര്യത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളൂ, ജാലിയൻ വാലാബാഗ്. അതൊരു പാറ്റേൺ ആണ്. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നുള്ളത്, അല്ലെങ്കിൽ തെറ്റായത് ഏത്? ചിലപ്പോ ആദ്യത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടായിരിക്കും? പത്മവിഭൂഷൺ അവാർഡിനെ കുറിച്ചിട്ടായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷനിൽ നോബൽ പ്രൈസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, രണ്ടാമത്തെ പോയിന്റില്. മൂന്നാമത്തെ പോയിന്റില് ഓസ്കാർ അവാർഡ് കൊടുക്കുന്നുണ്ടാവും. നാലാമത്തേല് സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് ഒളിമ്പിക്സിൽ ഒരു പോയിന്റ് എടുക്കുന്നുണ്ടാവും. ഇത്തരത്തിലെ 4 പോയിന്റുകളും 4 ആക്കി തന്നിരിക്കുന്ന രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം. സൈക്കോളജി എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊന്ന് വിശദീകരിക്കാമോ മിസ്സേ? ആരാ ചോദിച്ചിരിക്കുന്നത്? രജിത ടീച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മെത്തഡോളജി ഓഫ് ദി ടീച്ചിങ് ദി സബ്ജക്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷൻ, ഇതിലാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത് ഫോക്കസ് ചെയ്യുന്ന സമയത്തും പല കുട്ടികൾക്കും വരാറുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ശരിയാണ് എന്നുള്ള തോന്നല്ലേ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും, അത് തെറ്റാണ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുക, ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് വരികയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിൽ കാണേണ്ടുന്ന കാര്യം എന്താണ്? ഞാനൊരു ടീച്ചറാണ്, അതേസമയം ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഒരു ക്ലാസ്സിനെ മുന്നിൽ കാണാം, അതിനുശേഷം അതിനെ എന്താണ് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഹിസ്റ്ററി ആൻഡ് കോൺസെപ്റ്റൽ ഡെവലപ്മെന്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ്, നേച്ചർ, സ്കോപ്പ് ഓഫ് ദി സബ്ജക്ട്, മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. അത് പ്രത്യേകിച്ച് ഇന്നതാണ്. ഇപ്പൊ മലയാളത്തിൽ അക്ഷരം എഴുതാൻ അറിയാത്തൊരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും? അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മലയാള പഠനവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നമുക്ക് സൈക്കോളജി ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് തിയറീസ് ആണ്. പിയാഷയുടെ തിയറി, ബ്രൂണറുടെ തിയറി, ഗാഗ്നെ, വൈഗോ, പിന്നെ മോട്ടിവേഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, മാക്സിംസ് ഓഫ് ടീച്ചിങ്. ഇത്രയും കാര്യങ്ങളാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചോദ്യം വരാനുള്ളത്. സൈക്കോളജി അപ്പൊ തിയറി പഠിച്ചു വെക്കുക. തിയറിയുടെ ഇംഗ്ലീഷിലുള്ള ടേം മാത്രമല്ല മലയാളത്തിലുള്ളത്, രണ്ടും പഠിക്കണേ. ചിലപ്പോ ഇംഗ്ലീഷിലുള്ളത് മലയാളം ഇംഗ്ലീഷ് എഴുതിട്ട് നമുക്ക് തരും, പറയാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, അപ്പൊ ക്ലാസിക്കൽ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നും പൗരാനുബന്ധ സിദ്ധാന്തം എന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആ രണ്ടുപേരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ തിയറി എന്താണ് എന്ന് പഠിച്ചു വെക്കുക, തിയറിയുടെ പേര് പഠിച്ചു വെക്കുക, ആരാണ് ഈ തിയറി മുന്നോട്ട് വെച്ചത് എന്ന് പഠിച്ചു വെക്കുക. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ആ എക്സ്പെരിമെന്റ് ചെയ്തത്, ഈ കാര്യങ്ങളാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. എന്തിനും ഇപ്പൊ മോട്ടിവേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് സ്വയം ഉദാഹരണങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് HSA നേടണം എന്നുള്ളത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണോ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണോ? HSA നേടണം എന്നുള്ളത് ഇൻട്രിൻസിക് ആണോ എക്സ്ട്രിൻസിക് ആണോ? ഏത് മോട്ടിവേഷന്റെ ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? യെസ്, നിങ്ങൾക്ക് സ്വയം തോന്നണം ഇത് കിട്ടിയാൽ എനിക്ക് ജോലി കിട്ടും എന്നുള്ളത് ശരിയാണ്, എങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നണം. അത്തരത്തിലെ ഉദാഹരണങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് മോട്ടിവേഷൻ എന്നുള്ള ടോപ്പിക് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ മാക്സിംസ് ഓഫ് ടീച്ചിങ് പഠിക്കേണ്ടതും ഇത്തരത്തില് നമ്മൾ ഉദാഹരണങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കണം. അപ്പൊ സൈക്കോളജി അല്ലാതെ പിന്നെ അതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കരിക്കുലാണ്. NCF, KCF, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, NEP 2020, നാഷണൽ എഡ്യൂക്കേഷൻ ദേശീയ പാഠപദ്ധതി 2020 നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ്, എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യവും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. NCF-ഉം KCF-ഉം നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ലബോറട്ടറി, ലൈബ്രറി, ക്ലബ്, മ്യൂസിയം, അതൊക്കെ മലയാളവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുക. ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് എല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നമുക്കറിയാം ഇക്കൊല്ലവും ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ 8, 9, 10 ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പുതിയതാണ്. ജസ്റ്റ് ഒന്ന് എടുത്ത് മറിച്ചു നോക്കുക. നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ പാഠത്തിലെ ഇന്ന ആളെ കുറിച്ച്, പട്ടത്തുവിള രാമനെ കുറിച്ചിട്ട് ആദ്യത്തെ പാഠത്തിൽ പഠിക്കാനുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ആരാണ് പട്ടത്തുവിള രാമൻ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. മക്കളെ, ഈ ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇനി ഇപ്പോഴും വേറെ കവിതയാവും വേറെ കഥയാവും എന്നൊക്കെ വിചാരിച്ച കാര്യങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധ മണ്ടതരാണ്. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അടിമുടി മാറിയിട്ടുണ്ട്. ഓൺലൈനിൽ നമുക്ക് ഗൂഗിൾ ക്രോമിൽ കയറി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും പറ്റും. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് നിർബന്ധമായിട്ട് ചെയ്യണം. നമ്മൾ പ്രതീക്ഷിക്കില്ലേ ഇത് ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് എന്നുള്ള ചോദ്യമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ടീച്ചിങ് എയ്ഡ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, അതിലൊന്നാണ് ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് ഞാൻ അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം.
പിന്നെ എന്താണ് ഇവാലുവേഷൻ, ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷൻ, അസസ്മെന്റ്, ഇവാലുവേഷൻ, ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ, ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ, CEE എന്താണ്, അപ്പൊ അതൊക്കെ മലയാളത്തിൽ പഠിക്കണേ. ഗ്രേഡിങ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ തുടങ്ങിയ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ടീച്ചറിന്റെ ക്വാളിറ്റീസ് തുടങ്ങിയ കാര്യങ്ങൾ, മൈക്രോ ടീച്ചിങ്ങും ആക്ഷൻ റിസർച്ചും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ. എല്ലാ പ്രാവശ്യവും അതിൽ നിന്നും ചോദ്യമുണ്ട്. മൈക്രോ ടീച്ചിങ്ങും ആക്ഷൻ റിസർച്ചിൽ നിന്നും എല്ലാ പ്രാവശ്യവും ചോദ്യം വരാറുണ്ട്. ഇപ്രാവശ്യവും അതിൽ നിന്ന് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷനിൽ ടീച്ചിങ്ങിൽ നിന്ന് ചോദ്യം വരുമ്പോൾ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചോദ്യം വരുമ്പോൾ സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്തിട്ട് ആൻസർ എഴുതാനായിട്ട് അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് പോകാനായിട്ട് നിർബന്ധമായിട്ട് നോക്കണം. ഫ്രൈഡേ ഫ്രീ ക്ലാസ് ഉണ്ടാവുമോ? ലളിത മലയാളം ക്ലാസ് ആണോ ചോദിക്കുന്നത്? നമ്മളിപ്പോ ഫ്രീ ലൈവ് ക്ലാസ്സുകൾ, നമുക്ക് ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ കോഴ്സിൽ കൂടുതലാണ്. നെറ്റിനാണെങ്കിലും HST മലയാളം എടുത്തവർക്കാണെങ്കിലും ലൈവ് ക്ലാസ്സുകൾ കൂടുതലായതുകൊണ്ട് എനിക്ക് ടൈമിന് ഒരു ക്രാഷ് വന്നുകൊണ്ടാണ് ലളിത മലയാളം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചത്. ലളിത മലയാളം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നോ? വേണമെന്ന് ആഗ്രഹമുണ്ടോ? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിലുള്ളത്, ജനറൽ പേപ്പറിലുള്ളത്. 20 മാർക്ക്. ആ 20 മാർക്ക് പോട്ടെ ടീച്ചർ, ഇനിയിപ്പോ അത് പഠിക്കാൻ നേരില്ല, അത് പഠിച്ചാൽ എനിക്ക് കിട്ടാൻ പോണില്ല, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതില്. ആരും അത്തരത്തിലുള്ള ശുദ്ധ മണ്ടത്തരങ്ങളൊന്നും വിചാരിച്ചു വെക്കണ്ട. 20 മാർക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്കാണ് നമ്മൾ ജയത്തിലേക്കും, അല്ലെങ്കിൽ ആ 1 മാർക്കാണ് നമ്മളെ റാങ്ക് ലിസ്റ്റിലേക്കും റാങ്ക് ലിസ്റ്റിന് പുറത്തേക്കും തള്ളിവിടുന്നത് എന്നുള്ളത് ഓർത്താൽ മതി. ദെൻ പാർട്ട് ബി. ആഹാ, വന്നല്ലോ വനമാല നമ്മുടെ ഏരിയ. എത്ര ചോദ്യം ഉണ്ട്? 80 ചോദ്യം ഉണ്ട്. 80 ചോദ്യം ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കോ സെറ്റ് ഒക്കെ കിട്ടിയതാ, നെറ്റ് കിട്ടിയതാ, JRF കിട്ടിയതാ, അതൊക്കെ വലിയ കാര്യമില്ലേ? പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഈ സെറ്റിന്റെയും അതുപോലെ തന്നെ നെറ്റിന്റെയും ചോദ്യ പാറ്റേണിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് നമ്മുടെ PSC എക്സാമിന്റെ ചോദ്യങ്ങൾ. എവിടെ വരും എന്ത് വരുന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല, ഒന്നാമത്തെ യൂണിറ്റ് നമുക്ക് മൊത്തം എത്ര യൂണിറ്റ് ഉണ്ട് മക്കളെ? നമുക്ക് മൊത്തം എത്ര യൂണിറ്റ് ഉണ്ട്? വലിയ ഉപകാരമായിരുന്നു, ദയവായി തുടരണം ടീച്ചർ. ലളിത മലയാളം ആണല്ലേ? ശ്രമിക്കാം വിവിധ. യെസ്, നമുക്ക് മൊത്തം എത്ര യൂണിറ്റ് ഉണ്ട്? നമുക്ക് മൊത്തം 8 യൂണിറ്റുകളാണുള്ളത്. 8 എണ്ണേ ഉള്ളൂ. നമ്മുടെ സിലബസ് മാറിയിട്ടില്ല. ലളിത മലയാളം വേണം ടീച്ചർ. ഓക്കെ, സിലബസ് നമുക്ക് മാറിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം HSST പരീക്ഷയുടെ തൊട്ടു മുമ്പ് കൺഫർമേഷൻ വന്ന സമയത്ത് ഇടുത്തി പോലെ കോളേജിയേറ്റിന്റെ PSC എക്സാമിന്റെ സിലബസ് എടുത്തിട്ട് തരും ചെയ്തു. നമ്മൾ ആകെ വട്ടം കറങ്ങുകയും ചെയ്തു. ഇവിടെ കഴിഞ്ഞ HSCയുടെ സിലബസിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ മലയാള കവിത, പ്രാചീന കവിത മുതൽ സമകാലിക കവിത, ഉത്തരാധുനിക സമകാലിക കവിത വരെയുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സിലബസും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും ഒന്നും നമുക്ക് തന്നിട്ടില്ല. കൃത്യമായിട്ട് ചെറിയ ചെറിയ ഹിന്റുകൾ. പാഠ്യപ്രസ്ഥാനം ഉണ്ട്, അപ്പൊ അതിൽ രാമചരിതം, തിരുനെൽമാല, നിരണം, കണ്ണശ പണിക്കരുടെയും രാമപണിക്കരുടെയും മാധവ പണിക്കരുടെയും കൃതികളടക്കം നിരണം കൃതികളുണ്ട്. തെക്കമ്പാട്ട് വടക്കമ്പാട്ട് പഠിക്കാനുണ്ട്. പിന്നീട് പാഠ്യപ്രസ്ഥാനത്തിൽ നിന്ന് മണിപ്രവാള പ്രസ്ഥാനത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ചമ്പുക്കൾ വരുന്നുണ്ട്, പ്രധാനപ്പെട്ട സന്ദേശ കാവ്യങ്ങൾ വരുന്നുണ്ട്, മധ്യകാല ചമ്പുക്കൾ വരുന്നുണ്ട്, ഗാഥ, കിളിപ്പാട്ട്, കീർത്തനങ്ങൾ, വഞ്ചിപ്പാട്ട് വരുന്നുണ്ട്. പിന്നെ കവിതയിലേക്ക് കടക്കുകയാണ്. കാൽപ്പനിക പൂർവ്വഘട്ട, വെൺമണി പ്രസ്ഥാനം, പച്ചമലയാള പ്രസ്ഥാനം, കൊടുങ്ങല്ലൂർ കളരി, കേരളവർമ്മ തുടങ്ങിയവരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. മഹാകാവ്യങ്ങൾ മലയാളത്തിലെ പഠിക്കാനുണ്ട്. പിന്നെ കവിത്രയം, ആധുനിക കവിത്രയത്തിലേക്ക് കടക്കുകയാണ്. കവിത്രയത്തെ തുടർന്ന് ഇടപ്പള്ളി, ചങ്ങമ്പുഴ, P. കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി, വൈലോപ്പിള്ളി, G. ശങ്കരക്കുറുപ്പ്, വയലാർ, P. ഭാസ്കരൻ, ONV തുടങ്ങിയവരെയും നമുക്കിവിടെ പഠിക്കാനുണ്ട്. കവിത പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? കവിത ഏതാണ് കവിത എന്ന് പഠിക്കണം, ആരെഴുതി എന്ന് പഠിക്കണം, ഏത് വർഷം പ്രസിദ്ധീകരിച്ചു എന്ന് പഠിക്കണം, ഏത് സമാഹാരത്തിൽ ഉൾപ്പെടുന്നു എന്നതും നോട്ട് ചെയ്ത് വെക്കണം. കാരണം കഴിഞ്ഞ പാർട്ട് ടൈം HSCയുടെ ആദ്യ ചോദ്യം, അല്ലെങ്കിൽ കഴിഞ്ഞ പാർട്ട് ടൈം HSCയുടെ കവിതയിൽ നിന്നുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് കാവ്യകല അഥവാ 7-ാം ഇന്ദ്രിയം എന്ന കവിതയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് എന്താണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആര് രചിച്ചു, ഏത് സമാഹാരത്തിൽ ഉൾപ്പെട്ടു എന്നതടക്കം നമ്മള് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നു. കാവ്യകല അഥവാ 7-ാം ഇന്ദ്രിയം, അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങള് കവിത പഠിക്കുന്ന സമയത്ത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കവിതയുടെ അവതാരിക എഴുതിയത് ആരാണ് എന്നീ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കണം. കവിതയുടെ വരികളും നമ്മൾ നോക്കി വെക്കണം. അപ്പൊ കഴിഞ്ഞ പാർട്ട് ടൈം HSCയുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് അനലൈസ് ചെയ്തിട്ട് ഇത്തരത്തിൽ നിങ്ങൾ
ഇത്തരത്തിൽ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ കവിതയുടെ സമാഹാരങ്ങളുടെ പേര് നിർബന്ധം. താഴെ തന്നിരിക്കുന്നവയിൽ ദേശമംഗലം രാമകൃഷ്ണന്റെ കാവ്യ സമാഹാരങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഗണം തിരഞ്ഞെടുക്കുക. ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇനി പ്രാചീനതയിലേക്ക് കടക്കുന്ന സമയത്തും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ രാമചരിതത്തെ കുറിച്ചിട്ട് സകലതും നമ്മൾ പഠിച്ചു വെക്കും. ഈ രാമചരിതത്തിൽ എത്ര വരികളുണ്ട്, പഠനങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അതൊക്കെ ചോദ്യം വരൂ എന്ന് ചോദിച്ചിട്ട് നമ്മളത് വിടും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അതായിരുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. രാമചരിതത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്, എത്ര പാട്ടുകൾ, എത്ര പഠനങ്ങൾ എന്നാണ്. 1814 പാട്ടുകളും 164 പഠനങ്ങളും എന്നുള്ളതായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. അതുപോലെ തന്നെ വരി തന്നിട്ട് കൃതി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചമ്പു കൃതികളിൽ വ്യത്യസ്തമായിട്ടുള്ള ഗണം ഏതാണെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണയായിട്ട് വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കവിതയിലെ ചോദ്യങ്ങൾ കൂടുതലായിരുന്നു, കവിതയെ മുൻനിർത്തി ചോദ്യങ്ങൾ കൂടുതലായിരുന്നു. ഇനി അതാണ് മലയാള കവിത മുതൽ പ്രാചീന കവിത. അതിൽ സമകാലിക കവിത, കവിത എഴുതിയതാരെ, കവിതാ സമാഹാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി മലയാള നോവലും ചെറുകഥയും. കോമൺ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പറയാം. നോവൽ ആരാണ്, കഥ ഏതാണ്, അതായത് കൃതി കർത്താവ് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. കൃതിയുടെ തുടക്കം ഒടുക്കം, ഇന്ന രീതിയിൽ തുടങ്ങുന്ന കഥ ഏത്, ഇന്ന രീതിയിൽ അവസാനിക്കുന്ന നോവൽ ഏത്, ആ രീതിയിൽ ചോദ്യം വരാം. പിന്നെ കഥയും നോവലുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ എങ്ങനെയൊക്കെ ചോദ്യം വരാം. കൃതി കർത്താവ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ പിന്നെ എന്താണ് കൃതി കർത്താവ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. തുടക്കം ഒടുക്കം, അതായത് ആരംഭവും അവസാനവും ചോദ്യം വരാം എന്ന് പറഞ്ഞു. ആ കഥയിലെ അല്ലെങ്കിൽ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്ന രീതിയിൽ നമുക്ക് ചോദ്യം വരാം. പ്രസിദ്ധീകരണ വർഷം, രചനാക്രമം അനുസരിച്ചിട്ടുള്ള വർഷം ചോദ്യം വരാം. കഥാപാത്രങ്ങളെ മുൻനിർത്തി ചോദ്യം വരാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ചോദ്യം, ഇതാണ് ഭാഗ്യമർഗ്, ബഷീറിന്റെ ഏത് നോവലിലെ 1-ാം അധ്യായത്തിനാണ് ഇങ്ങനെ പേർ നൽകിയിരിക്കുന്നത്. ഇപ്പൊ നമ്മള് I+ന്റെ ക്ലാസ്സിൽ ഇപ്പൊ ലൈവായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ചെറുകഥയും നോവലാണ്. പാരലായിട്ട് ക്ലാസ്സിൽ കോഴ്സിൽ അപ്ലോഡ് ചെയ്യാണ്. ചെറുകഥ അവർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നോവല് പാരലായിട്ട് ക്ലാസ്സിൽ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിച്ചതാണ്, ബഷീറിനെ എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ബഷീറിനെ എടുത്തത്. അപ്പൊ ഈ ഒരു ചോദ്യം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ എന്താണ് ആദ്യത്തെ അധ്യായത്തിന്റെ പേരടക്കം നമ്മളോട് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. എന്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്നുള്ള നോവലിന്റെ 1-ാം അധ്യായത്തിനാണ് ഇതാണ് ഭാഗ്യമർഗ് എന്നുള്ള പേര്. യെസ്, ഇവിടെ ഉത്തരം പറയുന്നുണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലും ചോദ്യങ്ങള് ഏതിലെ മലയാള നോവലും ചെറുകഥയുമായി ബന്ധപ്പെട്ടിട്ട് വരാം. പിന്നെ സമകാലിക കൃതികൾ പഠിച്ചു വെക്കുക. അതിൽ തന്നെ അവാർഡ് കിട്ടുന്ന കൃതികളെ പ്രത്യേകം നോട്ട് ചെയ്യുക. കഴിഞ്ഞ HSSCക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. HSSCനെ ഇവിടെ ഓർമ്മിപ്പിക്കരുത്, പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞ പോലെ HSSCനെ കുറിച്ച് ഇവിടെ ഓർമ്മിപ്പിക്കരുത് ടീച്ചർ എന്ന് ജിഷ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കഴിഞ്ഞ പരീക്ഷയ്ക്ക് എന്ന് മാത്രം ഞാൻ പറഞ്ഞു പോകാം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. HSSC +2ന്റെ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും എന്താണ് നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഗദ്യ സാഹിത്യം, ആത്മകഥ, ജീവചരിത്രം, സഞ്ചാര സാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം. മക്കളെ, വൈജ്ഞാനിക സാഹിത്യം ഇതെല്ലാതും ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ സാഹിത്യം ആരും അധികം ശ്രദ്ധിക്കില്ല. പക്ഷെ അതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് ചോദ്യം വരികയും ചെയ്യും. എല്ലാ പ്രാവശ്യവും അതിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഈശ്വര, ചോദ്യം എനിക്ക് പെട്ടെന്ന് തപ്പിട്ട് കിട്ടുന്നില്ലല്ലോ. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം അതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈജ്ഞാനിക സാഹിത്യത്തിൽ നിന്ന് ഇന്ന രീതിയിൽ കൃതി എഴുതിയത് ആരാണെന്നോ മറ്റോ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. വൈജ്ഞാനിക സാഹിത്യത്തില് കൃത്യമായിട്ട് നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടും ഔഷധവുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തച്ചുശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികളിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. അതുപോലെ HSAക്കും HSSCക്കും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നിരൂപണം എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഇന്ന സ്റ്റേറ്റ്മെന്റ് ആരെ കുറിച്ച് ആര് പറഞ്ഞതാണ് എന്ന രീതിയിലും ചോദ്യം വരാം. ഓക്കെ, ഇന്ന കൃതിയെ പറ്റി ഇങ്ങനെ പറയുന്നത് ആരെ, പ്രദീപൻ പാമ്പരിക്കുന്ന ഏത് കൃതിയെ പറ്റിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങള് പഠിച്ചേക്കുക. പിന്നെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് കേരള ഭാഷാ പ്രണയികൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു കഴിഞ്ഞ HSAക്ക് ചോദ്യം വന്നത്. ബാലസാഹിത്യത്തിലേക്ക് എന്തായാലും ചോദ്യം വരും എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അപൂർവമായിട്ടാണ് ചോദ്യം വന്ന് കണ്ടിട്ടുള്ളത്. ചോദ്യം വരാറുണ്ട്. കഴിഞ്ഞ HSAക്ക് വന്നിട്ടുണ്ടോ, പാർട്ട് ടൈം HSAക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. കഴിഞ്ഞതില് വന്നിട്ടുണ്ടായിരിക്കണം, ഒരു ചോദ്യമെങ്കിലും വരാതിരിക്കില്ല എന്തായാലും.
ബാലസാഹിത്യത്തെ കുറിച്ചിട്ട്. ഇപ്രാവശ്യം നമ്മളത് കുറച്ചധികം നോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യത്തിൽ ഇല്ലാത്തതായതുകൊണ്ട്. യെസ്, വൈജ്ഞാനിക സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം മാച്ച് ദി ഫോളോയിങ് ആണ് വന്നത്. കേരളത്തിലെ പക്ഷികൾ, പ്രാണിലോകം, കേരളത്തിലെ പക്ഷിക്കൂടുകൾ, ജീവന്റെ ഉത്ഭവം, ആരൊക്കെയാണ് എഴുതിയത് എന്ന രീതിയിലായിരുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ ഇത്തരത്തില്. പക്ഷെ എവിടെ നിന്ന് എന്ത് വരും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ സസ്യശാസ്ത്രം, പക്ഷിശാസ്ത്രം, ജന്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കി വെക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിരൂപണം, പ്രധാനപ്പെട്ട നിരൂപകരെ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് എന്ന് പഠിച്ചിരിക്കുക. ഇപ്പൊ ഇന്ദുലേഖയെ കുറിച്ചിട്ടും സൂര്യ നമ്പൂതിരിപ്പാട് കാരിക്കേച്ചർ ആണെന്നും ധർമ്മരാജ കാഷ്ടിച്ച് തുപ്പിയ കാഷ്ടമാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതും നോട്ട് ചെയ്ത് വെക്കുക. ഭാഷാശാസ്ത്രം, ഭാഷാ ചരിത്രം, വ്യാകരണം, ഈ ടോപ്പിക്കിൽ നിന്ന് HSA സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം HSSയുടെ ചോദ്യ പേപ്പറിലെ ഇൻഡീപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ HSAക്ക് ബേസിക് ആയിട്ടുള്ളത് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. എങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനും പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് വെക്കാനും പഠിക്കാനായിട്ട് ശ്രമിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഭാഷണത്തിലെ ഏറ്റവും ചെറിയ ഘടകം ഏത്? മഴയാകാൻ എന്നത് പ്രവർത്തിച്ച നയ ഏത്? വ്യാകരണമിത്രം എഴുതിയത് ആര്? മാനസരത്തിന്റെ ഉപജ്ഞാതാവ് ആര്? അത്തരത്തിലുള്ള സിമ്പിൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്തതിലേക്കാണ് മാധ്യമ പഠനം, അച്ചടി മാധ്യമം മുതൽ സൈബർ മാധ്യമം വരെ. ഇതിൽ സൈബർ സാഹിത്യം, അതെ ഇവിടെ സൗമ്യയാണോ ചോദിച്ചിരിക്കുന്നത്? ആരോ ചോദിച്ചിട്ടുണ്ട് സൈബർ സാഹിത്യത്തിൽ നിന്ന് എങ്ങനെ ചോദ്യം വരും. മക്കളെ, ഈ ടോപ്പിക് ആണ് ഈ മാധ്യമ പഠനം, അച്ചടി മാധ്യമം മുതൽ സൈബർ മാധ്യമം വരെ എന്നുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം കൃത്യമായിട്ടുള്ള പാറ്റേൺ ആണ് അതിന് ചോദ്യം വരാറുള്ളത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നോക്കൂ, മലയാളത്തിൽ ആദ്യത്തെ ഉപഗ്രഹ TV ചാനൽ ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ആദ്യത്തെ കലാലയ മാസിക, അപ്പൊ രാജ്യസമാചാരം മുതൽ പ്രധാനപ്പെട്ട മാസികകള് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം തുടങ്ങിയ കാര്യങ്ങള് പഠിച്ചു വെക്കുക. ഏതിലെ അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ട്, പത്രമാസികകളുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി ഓൺലൈൻ, അതായത് TV മുതലായ കാര്യങ്ങളിൽ റേഡിയോ കണ്ടുപിടിച്ചതാരെ, ടെലിവിഷൻ കണ്ടുപിടിച്ചതാരെ, ആകാശവാണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യയിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെയാണ് സൈബറിലേക്ക് നമ്മൾ വരുന്നത്. തിരമൊഴി പോലെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ തുമ്പപ്പൂ മുതൽ സൂര്യൻ വരെ, തനത് മലയാള ലിപി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതിന്റെ തുടക്കമായി രചന എന്ന ലിപി വ്യവസ്ഥയിൽ തയ്യാറാക്കിയ തുമ്പപ്പൂ മുതൽ സൂര്യൻ വരെ എന്ന കൃതിയുടെ കർത്താവ് ആര്? നിത്യചൈതന്യ എഴുതി. കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ സൈബർ സാഹിത്യവുമായി ബേസ് ആയിട്ട് ആദ്യത്തെ കവിത ബ്ലോഗ് ഏത്? തിരമൊഴി എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആര്? അത്തരത്തിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കുക. HSA ആണ്. 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷയാണ്. അപ്പൊ 2021 ജൂണിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 2024 നടന്ന പാർട്ട് ടൈം HSAയുടെ ചോദ്യ പേപ്പർ കുറച്ചും കൂടി ടഫ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മുടെ മുമ്പിൽ വരുന്ന ഈ HSA, അതിന്റെ അപ്പുറത്തൊരു ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് എടുക്കുന്നുണ്ട്. അതിനും അപ്പുറത്തൊരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇംപ്ലിക്കേഷൻസ് സ്കൂൾ ലെവലിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു HSA ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് നിലവിലുള്ള ഈ ലിസ്റ്റിൽ കയറി പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ടഫ് ആണെങ്കിലും എന്താണ്, നമുക്ക് കയറിയേ പറ്റൂ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പിച്ചു വെക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ ഞാൻ പറഞ്ഞ പോലെ ഭാഷാ ചരിത്രം, വ്യാകരണവും ഒക്കെ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ ചോദിച്ചത്. 2 ചോദ്യ പേപ്പറിലും സെയിം ആയിട്ടാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻഡീപ്പ് ആയിട്ടുള്ള ചില പോയിന്റ്, ഇപ്പൊ ലീലാതിലകവുമായി ബന്ധപ്പെട്ടുള്ള താരതമ്യം, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തായാലും നെറ്റിന്റെ ലെവലിലേക്ക് ചോദ്യം പോകാനുള്ള സാധ്യത ഇല്ല. ഇനി അടുത്തത് ദൃശ്യകല, ആട്ടക്കഥ, തുള്ളൽ, നാടകം, സിനിമ. സിനിമയെ കുറിച്ചൊന്നും മിണ്ടരുത്. കഴിഞ്ഞ പ്രാവശ്യത്തെ HSSC പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ സിനിമയുമായി വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്ത് ചോദ്യമാണ് വന്നത് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയില് ആർക്കും ഓർമ്മയില്ലേ മക്കളെ? കഴിഞ്ഞ പ്രാവശ്യത്തെ HSSC പരീക്ഷയില് സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ചോദ്യം വന്നത് എന്നുള്ളത്? നമ്മള് സാധാരണയായിട്ട് MTയുടെ സിനിമകൾ, MT വാസുദേവൻ നായരെ കുറിച്ചിട്ട് നിർബന്ധമായിട്ട് പഠിച്ചു പോണേ. ചെറുകഥ പഠിക്കണം, അദ്ദേഹത്തിന്റെ നോവൽ പഠിക്കണം, അദ്ദേഹത്തിന്റെ സിനിമകൾ, സംവിധാനം ചെയ്ത സിനിമകള്, തിരക്കഥ എഴുതിയ സിനിമകള്, അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ സിനിമകള് നിർബന്ധമായിട്ട് പഠിച്ചു പോകണം. അപ്പൊ സാധാരണയായിട്ട് സിനിമ സംവിധാനം ചെയ്തത് ആര്?
അതുപോലെ തന്നെ വയലാർ, പി ഭാസ്കരൻ, ONV തുടങ്ങിയവരെ അവരെഴുതിയിട്ടുള്ള പാട്ടുകള് അല്ലെ, പ്രധാനപ്പെട്ട ഗാനങ്ങള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഏറ്റവും കൂടുതൽ കാലം ഒരേ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ ഭാഷ സിനിമ ഏത് എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം HSSക്ക് വന്നത്. ഭാഷ എന്ന തമിഴ് സിനിമയുടെ സംവിധായകൻ ആര് എന്നുള്ളതായിരുന്നു മറ്റൊരു ചോദ്യം. അപ്പൊ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, എങ്കിലും കോമൺ ആയിട്ട് സിനിമയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു പോവുക. അപ്പോ സിനിമ, നാടകം, തുള്ളല്, ആട്ടക്കഥ, ദൃശ്യകല, ഈ ടോപ്പിക്കുകളൊക്കെ തന്നെ ലളിതം മലയാളത്തിലെ ഐക്വസിലെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളാണ്. പ്രധാനപ്പെട്ട നാടകങ്ങൾ ഏതൊക്കെയാണ്, നാടകങ്ങളുടെ പ്രസിദ്ധീകരണ ക്രമം, നാടകത്തിലെ കഥാപാത്രങ്ങളെ, ഇതിവൃത്തങ്ങള്, സംഭാഷണങ്ങൾ പഠിച്ചേക്കുക. നമ്പ്യാരുടെ തുള്ളലുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള പഠന ഗ്രന്ഥങ്ങൾ നിർബന്ധമാണ്. പഠന ഗ്രന്ഥങ്ങൾ നിർബന്ധമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തുള്ളലുകളെ ഏത് വിഭാഗത്തിൽ പെടുന്നു. അപ്പൊ നിങ്ങൾ തുള്ളലിൽ ഇപ്പൊ കല്യാണ സൗഗന്ധികം പഠിക്കുന്ന സമയത്ത് കല്യാണ സൗഗന്ധികം, ശീതങ്കൻ തുള്ളൽ അങ്ങനെ തന്നെ പഠിക്കുക. സഭാപ്രവേശം, പറയൻ തുള്ളൽ, കിരാതം, ഓട്ടൻ തുള്ളൽ അങ്ങനെ തന്നെ പഠിക്കാനായത്. അതായത് ആ പേരിന്റെ ഒപ്പം ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്ന രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ ഒരു തുള്ളൽ ചോദിച്ചിട്ട് ഏത് വിഭാഗം തുള്ളലാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാനായിട്ട് പറ്റും. പ്രധാനപ്പെട്ട ആട്ടക്കഥകള്, ഉദയി എന്നുള്ള കോഡൊക്കെ വെച്ചിട്ടൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ ആരെഴുതി, കഥാപാത്രങ്ങൾ ആരെ, വിവാദ കവച, കാലകേയ, വധം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ ദൃശ്യകല, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് മൊഡ്യൂള് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് നവോത്ഥാന നായകരെ, പ്രധാനപ്പെട്ട സംഭവങ്ങള്, അതിന് വർഷം, അതിന് നേതൃത്വം നൽകിയത് ആര് എന്നീ കാര്യങ്ങള് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ മഹാശില സംസ്കാരങ്ങള്, ശാസനങ്ങള്, അത്തരത്തിലുള്ള കാര്യങ്ങളും കേരള പഠനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. നാടോടി വിജ്ഞാനീയം, പ്രധാനപ്പെട്ട കലാരൂപങ്ങളെ ഏത് നാട്ടിലാണ് പ്രസിദ്ധി ആർജിച്ചത്, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ തുടങ്ങിയ കാര്യങ്ങളും നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പാർട്ട് ബിയിൽ നിന്ന് 80 മാർക്കിന് ചോദ്യം വരും. അറിയുന്നത് മാത്രം ചെയ്യുക. മുൻകാല ചോദ്യപേപ്പറുകൾ റഫർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ചില ഏരിയയിൽ നിന്ന് ജനറൽ ആയിട്ടുള്ളത് പഠിക്കാനും ചില ഏരിയ ഡീപ്പായിട്ട് പഠിക്കാനും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. തുള്ളയിലെ വരികൾ ചോദിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്, ശരിയാണ്. സംഘകാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൊവ്വഴിപ്പൺ രാഗം പാടിയിരുന്നത് എങ്ങനെ, ഐന്തിണകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ അതൊക്കെ വരാറുണ്ട്. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. പാർട്ട് ബിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ഏതിനെ ഫോക്കസ് ചെയ്യണം, ഇവിടെ 20 മാർക്കുള്ളൂ, ഇവിടെ 80 മാർക്കുണ്ട്. അപ്പൊ പേപ്പർ 2 ഫോക്കസ് ചെയ്താൽ പോരെ? പറ്റില്ല. രണ്ടിനും ഈക്വൽ പ്രാധാന്യം നൽകിക്കൊണ്ട്, രണ്ടിനും തുല്യമായിട്ടുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ പഠിക്കണം. മെയിൻറ്റെയിൻ ദി ബാലൻസ്. പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇത് തുടക്കത്തിൽ ചെയ്യേണ്ടതാണ്. വീക്ക്നെസ് ആൻഡ് സ്ട്രെങ്ത്, നമുക്ക് അറിയുന്ന ഏരിയകള്, അറിയാത്ത ഏരിയകള്. പക്ഷെ ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പഠിച്ചത്, പഠിക്കാത്തത് എന്നൊരു ലിസ്റ്റ് ഇടുക, അതിനനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇന്ന് ലിസ്റ്റ് ഇടുക, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. പഠിക്കാത്ത കാര്യങ്ങൾക്ക് കുറച്ചധികം പ്രാധാന്യം നൽകിക്കൊണ്ട് പഠിക്കാൻ തുടങ്ങുക. പിന്നെന്താണ്, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും ശ്രമിക്കുക. ഇനി പരീക്ഷയ്ക്ക് എത്ര ദിവസം ഉണ്ട് മക്കളെ? 57 ദിവസമാണ് പരീക്ഷയ്ക്കായിട്ടുള്ളത്. എത്ര ദിവസം ഉണ്ട് പരീക്ഷയ്ക്ക്? 57 ദിവസമാണ്. കൃത്യമായിട്ട് എണ്ണി, ഇന്നു മുതൽ എണ്ണിയാൽ 57 ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്താണ്? പരീക്ഷയാണ് നമുക്ക്. 57 ദിവസം. ഈ 57 ദിവസം കൃത്യമായി വിനിയോഗിച്ചാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റും, ഉറപ്പാണ്. അപ്പോ അതിനെ ആസ്പദമാക്കിയിട്ട് 55 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതറിയാത്തവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അതിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു 55 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 55 ദിവസത്തെ സ്റ്റഡി പ്ലാൻ. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ ഓക്കെ ആണ് എങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. കൃത്യമായിട്ട് ഇത്തരത്തിൽ പ്ലാൻ ഇടാൻ അറിയാത്തവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെങ്കിൽ ആ പ്ലാൻ അനുസരിച്ചിട്ട് പഠിക്കായിരുന്നു. ടീച്ചർ പറഞ്ഞ പ്ലാൻ അനുസരിച്ച് പഠിച്ചിട്ടാണ് എനിക്ക് വിജയിക്കാൻ പറ്റിയത്. ഒരുപാട് കുട്ടികൾ നമുക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസം 55 ദിവസം എടുത്തിട്ടുള്ളൂ. ബാക്കി 2 ദിവസം അവിടെ എടുക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് മുമ്പ് 2 ദിവസത്തിന് മുമ്പ് കൃത്യമായി പഠനവും റിവിഷനും കഴിക്കാനുള്ള സ്റ്റഡി പ്ലാൻ ആണ് പറയാനായിട്ട് പോകുന്നത്. റെഡി ആണോ കേൾക്കാൻ?
കലണ്ടറോ കയ്യിൽ ഫോണോ ഒരു കാൽക്കുലേറ്ററോ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇരുന്നോ. നോക്കൂ, നമുക്ക് മൊത്തം 11 യൂണിറ്റ് ഉണ്ട്. പാർട്ട് 1 3 യൂണിറ്റ് ഉണ്ട്, പാർട്ട് 2 8 യൂണിറ്റ് ഉണ്ട്, മൊത്തം 11 യൂണിറ്റ്. ഈ മൊത്തം 11 യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. റെഡി അല്ലേ? നമ്മുടെ മുമ്പില് 55 ദിവസം ഉണ്ട്. അല്ല 57 ദിവസം പരീക്ഷയ്ക്കുണ്ട്. പഠിക്കാനായിട്ട് അതിൽ നിന്നൊരു 55 ദിവസം എടുക്കുകയാണ്. ഈ 55 ദിവസത്തെ നമ്മൾ പഠിക്കുന്നതിനും ഒപ്പം തന്നെ എന്താണ് റിവിഷൻ ചെയ്യുന്നതിനും നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. ഒരു സിമ്പിൾ പ്ലാൻ ആണ് കേട്ടോ പറയുന്നത്. പാർട്ട് 1 3 യൂണിറ്റ് ആണ് ഉള്ളത്. പാർട്ട് 1 3 യൂണിറ്റ് ആണ് ഉള്ളത്. ഒരു യൂണിറ്റ് പഠിക്കാൻ 4 ദിവസം എടുത്തോ നിങ്ങൾ? ഒരു യൂണിറ്റ് പഠിക്കാൻ 4 ദിവസം എടുത്തോ? ധൈര്യമായിട്ട് എടുത്തോ? ഒരു യൂണിറ്റ് പഠിക്കാൻ 4 ദിവസം എടുക്കുകയാണ് എങ്കിൽ 12 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് 3 യൂണിറ്റ് പഠിച്ചു കഴിയാനായിട്ട് പറ്റും. അപ്പൊ നമുക്കറിയാം ഈ ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷനിൽ പലതും പഠിക്കാൻ നമുക്ക് 4 ദിവസമൊന്നും ചിലപ്പോൾ വേണ്ട. പക്ഷെ റിനൻസൻസ് പഠിക്കാനായിട്ട് ചിലപ്പോൾ 5-6 ദിവസം വേണ്ടി വരും. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. 12 ദിവസത്തിനുള്ളിൽ 3 യൂണിറ്റ് തീർക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോ ഒരു യൂണിറ്റിനെ 4 ദിവസം വെച്ച് 3 യൂണിറ്റ് 12 ദിവസം കൊണ്ട് പഠിക്കുകയും 3 ദിവസം അതിന്റെ റിവിഷൻ, ഒരു യൂണിറ്റ് റിവിഷൻ ചെയ്യാൻ 3 ദിവസം എടുക്കുകയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനായിട്ട് 3 ദിവസം എടുക്കുകയും ചെയ്താൽ അപ്പൊ 12 + 3 എടുത്താൽ 15 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? 15 ദിവസം കൊണ്ട് നമുക്ക് പാർട്ട് 1 കംപ്ലീറ്റ്ലി പഠിച്ചു കഴിയാനായിട്ട് പറ്റും അല്ലേ? ഒരു യൂണിറ്റ് പഠിക്കാൻ ഞാൻ 4 ദിവസം എടുക്കുന്നു. അത്തരത്തിന് 3 യൂണിറ്റ് 12 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചു തീർക്കുന്നു. എന്നിട്ട് വീണ്ടും ഓരോ യൂണിറ്റിനും ഒരു ദിവസം ഞാൻ റിവിഷന് വേണ്ടി ഞാൻ എടുക്കുന്നു. മൊത്തം 15 ദിവസം കൊണ്ട് ജനറൽ പാർട്ടിലെ 20 മാർക്കിനുള്ള ചോദ്യങ്ങളിലേക്ക് ഞാൻ സെറ്റ് ആകുന്നു. ഓക്കെ, റെഡി ആണോ? പാർട്ട് 1 ഡീറ്റെയിലിംഗ് കിട്ടിയോ എല്ലാവർക്കും? അടുത്തത് പാർട്ട് 2 ആണ്. പാർട്ട് 2 എനിക്ക് 8 യൂണിറ്റ് പഠിക്കാനുണ്ട്. 55 നിന്ന് 15 പോയി ബാക്കി എന്റെ കയ്യിൽ ഒരു 40 ദിവസം ഉണ്ട്. ഈ 40 ദിവസം കൊണ്ട് എത്ര യൂണിറ്റ് പഠിക്കണം? 8 യൂണിറ്റ് പഠിക്കണം. ഇവിടെയും ഒരു യൂണിറ്റിന് 4 ദിവസം കൊടുക്കുകയാണ്. ഒരു യൂണിറ്റിന് 4 ദിവസം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 8 യൂണിറ്റ് പഠിക്കാൻ 32 ദിവസം എടുക്കും ഞാൻ. 8 യൂണിറ്റ് പഠിക്കാൻ ഞാൻ എത്ര ദിവസം എടുക്കും? 32 ദിവസം ഞാൻ എടുക്കും. ഒരു യൂണിറ്റിനെ ഒരു ദിവസം വെച്ച് ഈ 32 ദിവസം കഴിഞ്ഞിട്ട് 8 ദിവസം ഞാൻ എന്ത് ചെയ്യാണ്? റിവിഷന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഒരു യൂണിറ്റിനെ ഒരു ദിവസം വെച്ചിട്ട്, അതായത് 8 യൂണിറ്റും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം വെച്ചിട്ട് 8 യൂണിറ്റും റിവൈസ് ചെയ്യാൻ ഞാൻ എടുക്കുകയാണ് എങ്കിൽ 40 ഡേയ്സും കഴിഞ്ഞു. അപ്പൊ ഇവിടെ പഠനവും കഴിഞ്ഞു, റിവിഷനും കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള 40 ഡേയ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു വട്ടം പഠനവും ഒരു വട്ടം റിവിഷനും നമ്മുടെ കഴിഞ്ഞു. വീണ്ടും നമുക്ക് 2 ദിവസം ബാക്കിയുണ്ട്. ജനറൽ പാർട്ടിന് ഒരു ദിവസവും സബ്ജക്ട് പാർട്ടിന് ഒരു ദിവസവും വെക്കുകയാണ് എങ്കിൽ ഓഗസ്റ്റ് 1-ാം തീയതി പോയിട്ട് നമുക്ക് എന്താ എഴുതാൻ പറ്റും? അടിപൊളിയായിട്ട് നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊരു ബ്ലാങ്ക് പേജ് ആണ്. ഇവിടെ ഐ കാണ്ട് എന്നാണോ ഐ ക്യാൻ എന്നാണോ ഞാൻ എഴുതേണ്ടത്? HSA പരീക്ഷ നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കുക. ഐ ക്യാൻ എന്നാണോ ഐ കാണ്ട് എന്നാണോ എഴുതേണ്ടത്? ഒന്ന് ആലോചിക്കുക മക്കളെ, ഗവൺമെന്റ് ജോലിയാണ്, കിട്ടിയ ലൈഫ് സെറ്റ് ആവും. മറ്റു സിനിമയിൽ പറയുന്ന പോലെ ഫുൾ ടൈം സെറ്റിൽമെന്റ് ആണ് ലൈഫ്. ഐ ക്യാൻ, ഇതെനിക്ക് കഴിയും, ഇതെനിക്ക് കഴിയാവുന്നതേ ഉള്ളൂ, ഇതെനിക്ക് കഴിയാവുന്നതേ ഉള്ളൂ. ഐ ക്യാൻ. കുറെ പേര് പറയുന്നുണ്ട് ഐ ക്യാൻ. ഒരു നല്ല വിശ്വാസത്തോടു കൂടി ഇരുന്ന് പഠിക്കുക. എനിക്ക് പാർട്ട് ടൈം HSA കിട്ടിയില്ല, എനിക്ക് LPSC കിട്ടിയില്ല, UPSC കിട്ടിയില്ല, HSSC കിട്ടിയില്ല, എനിക്കൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് ഇതും കിട്ടിയില്ല. ആര് പറഞ്ഞു കിട്ടില്ല എന്ന്? ആ പരീക്ഷ പോലെ അല്ലല്ലോ ഈ പരീക്ഷ. ഇതെനിക്ക് കിട്ടും. ആ പരീക്ഷയിൽ എനിക്ക് കുറെ ഭാഗങ്ങളിൽ ഇന്ന പിഴവുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പിഴവുകളൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇപ്രാവശ്യം നന്നായി പരിശ്രമിക്കുമെന്ന് സ്വയം തോന്നുകയാണ് എങ്കിൽ ഷുവർ ആയിട്ട് പറയാനായിട്ട് പറ്റും ഐ ക്യാൻ. എനിക്ക് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റും, ലിസ്റ്റിൽ ടോപ്പിലായിട്ട് വരാനായിട്ട് എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം. അപ്പൊ കൃത്യമായിട്ട് സിലബസിലൂടെ കടന്നു പോകുക. എക്സാം പാറ്റേൺ എന്താണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കുക. തെറ്റായ ഗൈഡുകളും കാര്യങ്ങളും ഒന്നും നോക്കുന്നതിന് പകരം ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, സാഹിത്യ ചരിത്രങ്ങൾ റെഫർ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള നോട്ട്, തെറ്റില്ലാത്ത നോട്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റുക. കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പൊ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ LBSന്റെ സൈറ്റിൽ ലഭ്യമാണ്.
ഏകദേശം ആ ലെവലിലേക്കാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ നിങ്ങൾ HSIയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അധികം കയ്യിലില്ലെങ്കിൽ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പരീക്ഷ എഴുതി നോക്കാം. ഓക്കെ, പിന്നെ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. കോൺസെപ്റ്റ് അതാണ് ഇതാണ് റിവിഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നില്ല വെച്ചാൽ അപ്പൊ തന്നെ ബുക്ക് എടുത്ത് നോക്കുക, അത് പഠിക്കുക. അതായത് കോൺസെപ്റ്റ് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് പോവുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. സ്റ്റേയിങ് മോട്ടിവേറ്റഡ് ആൻഡ് ഫോക്കസ്ഡ്. ടീച്ചറുടെ വോയിസ് കേട്ടപ്പോൾ തന്നെ പകുതി സമാധാനം. മോട്ടിവേറ്റ് ആയിക്കോട്ടെ, പക്ഷെ ഇന്നത്തോടു കൂടി ആ മോട്ടിവേഷൻ പോവരുതേ. പരീക്ഷയുടെ അന്ന് വരെ ആ മോട്ടിവേഷൻ കൂടെ കൊണ്ടുപോണേ. കൃത്യമായിട്ടും ചിട്ടയായിട്ടും പഠിച്ച മക്കളെ നമുക്ക് കിട്ടും. 7 വട്ടം 8 വട്ടം നെറ്റ് എഴുതി പൊട്ടി പാളീസായിട്ടിരുന്ന ഞാനാ. എനിക്ക് ഇങ്ങനെയാണ് കൃത്യമായി ഞാൻ കോരി വലിച്ചു പഠിക്കായിരുന്നു. പക്ഷെ പരീക്ഷയുടെ ട്രാക്ക് ഇതാണ്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലായപ്പോൾ ഒരൊറ്റ അക്കാഡമിക് ഇയറോടെ എല്ലാ കോമ്പറ്റേറ്റീവ് എല്ലാ എലിജിബിലിറ്റി ടെസ്റ്റുകളും പാസ്സാവാനായിട്ട് എനിക്ക് പറ്റും. അതുപോലെ നിങ്ങൾക്കും പറ്റും. കൃത്യമായിട്ട് പഠിക്കുകയാണ് എങ്കിൽ പറ്റും. അപ്പൊ കൃത്യമായിട്ട് സിലബസ് ഫോക്കസ്ഡ് ആയിട്ട് എക്സാം പാറ്റേൺ അനുസരിച്ച് നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടി ഒരു ഗൈഡൻസോട് കൂടിയിട്ട് മുൻകാല ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ലൈവ് ക്ലാസ്സുകളായിട്ട് മോക്ക് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ അത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് HSC ലിസ്റ്റിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഒരു ഗൈഡൻസിന്റെ ആവശ്യമാണ്. I+ ടീമിന്റെ HSC മലയാളം കോഴ്സ് റെഡിയാണ്, നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോ ടീച്ചർ സിലബസ് മൊത്തം പഠിച്ചു, 11 യൂണിറ്റും ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചു. പക്ഷെ ഞാൻ ചോദിക്കും, മക്കളെ റിവിഷൻ ചെയ്തോ? ഇല്ല. പെർഫെക്ഷനിലേക്കുള്ള ഒരു അനദർ സ്റ്റെപ്പാണ് റിവിഷൻ എന്നുള്ളത്. സോ ജസ്റ്റ് ഡു ഇറ്റ്. പഠിച്ചാൽ മാത്രം പോരാ, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുകയും വേണം. പഠനം എന്നുള്ളത് ഡെയിലി റുട്ടീനിന്റെ ഭാഗമാക്കുക. ഇന്ന് ഫുൾ പഠിച്ചു, ഒരു 5 ദിവസത്തേക്ക് പഠിച്ചില്ല. അപ്പൊ ഈ ഒരു ദിവസം പഠിച്ചിട്ട് ഈ 5 ദിവസം കൊണ്ട് മറന്നു പോയിട്ടുണ്ടാവും. പഠനം കൃത്യമായിട്ടുള്ള ഡെയിലി റുട്ടീനിന്റെ ഭാഗമാക്കുക. നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ എന്റെ ടേബിളിന്റെ ഫ്രണ്ടിൽ എനിക്ക് നോക്കിയാൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചതാരാണ്, വർഷം ഏതാണ് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ഈ സാധനങ്ങൾ ഞാൻ എപ്പോഴും മറന്നു. അപ്പൊ കൃത്യമായിട്ട് പഠനം ഡെയിലി റുട്ടീന്റെ ഭാഗമാക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് അറിയാത്തത് വെച്ചാൽ ഫോണിന്റെ വാൾപേപ്പർ ആക്കിയിട്ടോ, ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്യുന്ന ആളുടെ വാൾപേപ്പർ ആക്കിയിട്ടോ, പഠിക്കാൻ ഓർത്ത് വെക്കാൻ പല വഴികളും നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റും. അപ്പൊ പഠനം എന്ത് ചെയ്യുക, ഡെയിലി റുട്ടീനിന്റെ ഭാഗമാക്കുക. ഒരു ബ്രൈറ്റർ ഫ്യൂച്ചർ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, HSC എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആവശ്യമാണ് എങ്കിൽ I+ന്റെ HSC മലയാളത്തിന്റെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യേണ്ടുന്ന നമ്പറാണ് താഴെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾ തന്നെ ഈ കോഴ്സ് ഇപ്പൊ ഈ ഒരു ക്ലാസ്സിലുണ്ട്, അവർക്ക് അഭിപ്രായങ്ങൾ പറയാട്ടോ എങ്ങനെയുണ്ട് ക്ലാസ് എന്നുള്ളത്. അപ്പൊ കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സ് കംപ്ലീറ്റഡ് ആണ്. പുതിയ എക്സാമിനനുസരിച്ച് പരിഷ്കരിച്ചിട്ട് ക്ലാസ്സുകൾ ഞാൻ വീണ്ടും പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് എല്ലാ ഏരിയാസിലൂടെയും കടന്നു പോകുന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണ് എങ്കിൽ വിജയം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായി. പരീക്ഷ എഴുതുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. നമുക്കൊരു 10 മിനിറ്റ് ബാക്കിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ആരും മടിക്കരുത്, മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ മക്കളെ? ഒരു 5-6 മിനിറ്റോളം സമയമുണ്ട് നമുക്ക്. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഒരു ഏരിയ കിട്ടുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ സ്ക്രീനിന്റെ ടേബിളിന്റെ മുകളിൽ എഴുതി ഒട്ടിച്ചോ, ചുമരും എഴുതി ഒട്ടിച്ചോ. ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനെക്കാട്ട് മുമ്പ് ഈ ഒരു ടോപ്പിക് വായിച്ചതിന് ശേഷം ഞാൻ കഴിക്കുള്ളൂ. അങ്ങനെ നിരന്തരമായിട്ട് പഠിച്ചാൽ കിട്ടും. എനിക്ക് ഇന്ത്യൻ ഹിസ്റ്ററി അത്ര തൃപ്തിയായിട്ടുള്ള ഒരു കാര്യമല്ല, എനിക്കത് കിട്ടാറില്ല. അത് ഞാൻ എഴുതി ഒട്ടിച്ച് വെച്ചേക്കാണ്. നിരന്തരമായിട്ട് ഞാൻ പഠിക്കുകയാണ്. ഫീസ് എത്രയാണ്, എപ്പോ ജോയിൻ ചെയ്യണം, കോഴ്സ് എത്ര നാളത്തേക്ക് കിട്ടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ പറഞ്ഞു തരും. HSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പലതും കിട്ടുന്നില്ല, അത് നമുക്ക് സൈറ്റിൽ കിട്ടാറില്ല. ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഞാൻ എഴുതിയ പേപ്പർ ഞാൻ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചതും ഞാൻ BEd ചെയ്യുന്ന സമയത്ത് CDSന്റെ കയ്യിൽ നിന്ന് പേപ്പർ മേടിച്ചതാണ് കയ്യിലുള്ളത്. ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ നിങ്ങൾ സെറ്റിന്റെ പേപ്പർ റിവൈസ് ചെയ്തോളൂ, കുഴപ്പമില്ല. സ്മിതി ടീച്ചർ നമ്മുടെ കോഴ്സ് എടുത്ത ടീച്ചർ അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലില്ല വെച്ചെങ്കിൽ അക്കാഡമിക് കോർഡിനേറ്റേഴ്സുമായിട്ട് ഒന്ന് ബന്ധപ്പെടൂ, ഞാൻ അയച്ചു തരാം. അല്ലെ നമ്മുടെ കോഴ്സിന് ഞാൻ ഇതിന് ആൻസർ ചെയ്യാനൊക്കെ ഉൾപ്പെടുത്താം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കേണ്ടതുണ്ടോ? ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്താ ഇത് ടീച്ചറെ ചോദിക്കാത്തത് എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. ഫോക്കസ് ചെയ്യേണ്ടുന്ന ഏരിയ ഇത് മാത്രം ഫോക്കസ് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം നടന്ന
പാർട്ട് ടൈം HSIയുടെ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുകയാണ് എങ്കിൽ എല്ലാ ഏരിയാസിനെയും ബന്ധപ്പെട്ടിട്ട് സിലബസിലുള്ള എല്ലാ ഏരിയാസുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ ചോദ്യം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ കവിതയെ കുറിച്ചിട്ടാണ് കുറച്ചും കൂടി കൂടുതൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ HSSC ക്വസ്റ്റ്യൻ പേപ്പറിലെ കഥാ, കവിത, സാഹിത്യം ഒന്നും ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആളുകൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു കാറ്റ് വീശിയ പോലെ ഒരു ഏരിയയിൽ നിന്ന് മാത്രമായിരുന്നു ചോദ്യങ്ങൾ വന്നിട്ട് ഉണ്ടായിരുന്നു. യെസ്, ബട്ട് കഴിഞ്ഞ HSSC അവിടെയാണ് ഫോക്കസ് ഏരിയ പറയാൻ ഒരു മടി വിചാരിക്കുന്നത്. എല്ലാതും പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു എലിജിബിലിറ്റി ടെസ്റ്റ് അല്ല വീണ്ടും വീണ്ടും എഴുതാനായിട്ട്. ഇതെന്താണ്, നേരിട്ട് ജോലിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രവേശിക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. അതുകൊണ്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക എന്നുള്ളതേ ഒരു മെന്റർ എന്ന നിലയിൽ, ഒരു ഗൈഡ് എന്ന നിലയിൽ എനിക്ക് ഇതിലെ പറയാനായിട്ടുള്ളൂ. കാരണം നമ്മുടെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ HSSC നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം പോലെ വളഞ്ഞു കുത്തി നിൽക്കുകയാണ്. അതാണ് ഒരു പ്രശ്നം. ഓക്കെ, അപ്പൊ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ല രീതിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. വിധു ടീച്ചർ IPSൽ ചേർന്നു. തീർച്ചയായിട്ടും വിധു ടീച്ചറൊക്കെ നമ്മുടെ കോഴ്സിൽ തുടക്കം മുതലുണ്ട്. നമ്മൾ അടിച്ചു പൊളിച്ചിട്ടാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വീക്കെൻഡ് ടെസ്റ്റും അതുപോലെ യൂണിറ്റ് ടെസ്റ്റും ഫൈനൽ റൗണ്ട് റിവിഷനും ആഴ്ചയിൽ ലൈവ് ക്ലാസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. കുട്ടികളായിട്ട് നേരിട്ടിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് അടക്കം ക്രിയേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു പുതിയ സെക്ഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.